അപ്പോൾ എന്തൊക്കെ വിഭവങ്ങൾ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ഏതൊക്കെ ആവശ്യം വെച്ചാൽ ഓരോന്ന് മുത്തശ്ശി ഓരോ ദിവസവും ഓരോരോ 1 or 2 ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിയിലാണ് വേണ്ടത് വെച്ചാൽ നിങ്ങളൊക്കെ ചെയ്തു നോക്കൂ. ഓണം ഗംഭീരാക്കണം കേട്ടോ. അതെ, നമുക്ക് അറിയണ രീതിയിലാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലാവും ഉണ്ടാക്കുക. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കണ സദ്യയുടെ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന വിഭവം എന്താന്ന് മക്കൾക്ക് അറിയണ്ടേ? കൂട്ടുകറി. അതെ, കൂട്ടുകറി കണ്ടോളൂ. എന്നുവെച്ചാൽ അതിന് വെറുതെ സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിൽ ക്യാരറ്റും ചേനയും നേന്ത്രക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ കടലപ്പരിപ്പുണ്ട്. ഇതാ കടലപ്പരിപ്പ്, ഇത് 3 മതി. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു, ഉരുളി വെച്ചു. കുഞ്ഞുരുളിയാണ് കേട്ടോ. അപ്പോൾ അതാ കടലപ്പരിപ്പ് ഇതൊക്കെ കഴുകി വെച്ചതാ കേട്ടോ. ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും കാറ്ററിംഗ് സദ്യയൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ കറികളെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രസിദ്ധയെ പഠിപ്പിച്ചു. അപ്പോൾ എന്തായാലും എനിക്കതൊരു ആശ്വാസമായില്ലേ. ഞാൻ പായസം, ചോറ് അങ്ങനെയൊക്കെയുള്ള നോക്കുക, അച്ചാറുകൾ, പുളിഞ്ചി, നാരങ്ങ അങ്ങനെയൊക്കെയുള്ളതാണ് ഞാൻ അധികം ചെയ്ത് വെക്കുക. പിന്നെ വറുത്തപ്പേരി, ശർക്കരപ്പേരി, അപ്പോൾ എല്ലാം വേണ്ടേ. അപ്പോൾ ഞാൻ കൂട്ടാനുകളൊക്കെ ഞാൻ പ്രസീതയ്ക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ അമ്മ ഇങ്ങനെ ചെയ്യണ കണ്ട് അങ്ങനെ പഠിച്ചതാട്ടോ. പിന്നെ അത് ചെയ്യാൻ ഇഷ്ടമായി. അതെ, പിന്നെ ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറെ അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം വയ്യാതെ ഒക്കെ നിർത്തിയില്ല അമ്മ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കഷ്ണത്തിനൊപ്പം വെള്ളം. പിന്നെ ഇതിലിട്ട കഷ്ണങ്ങള് ചേനയും കായും ക്യാരറ്റും പിന്നെ കടലപ്പരിപ്പും. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. അടച്ചു വയ്ക്കാം നമുക്ക്. ഈ കഷ്ണം അങ്ങനെ വന്നോട്ടെ. പിന്നെന്താന്ന് വെച്ചാൽ ചിലവര് ഈ പറഞ്ഞ പോലെ ഇതിൽ കഷ്ണങ്ങൾ കുമ്പളങ്ങ, പടവലങ്ങ ഒക്കെ ഇടും കേട്ടോ. നമ്മൾ ഇത്ര എപ്പോഴും ഇടാറുള്ളൂ. ഓരോ രീതി. പിന്നെ ബീൻസ് ഇടുന്നവരുണ്ട്. നമ്മളന്നൊരു സദ്യക്ക് പോയപ്പോ അതിലുണ്ടായിരുന്നു ബീൻസ് ഒക്കെ. ഞാൻ പിന്നെ സദ്യയുടെ അറിയാൻ കൂട്ടാറില്ലല്ലോ. ഇഷ്ടാട്ടോ കൂട്ടുകറി. ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല സ്വാദാണ്. നാളികേരം വറുത്തിട്ടുള്ള അതിന്റെ ആ ഒരു ഇതും ഒക്കെ നല്ല. ഞങ്ങളൊന്നും ആദ്യം ഈ ഭാഗത്ത് കൂട്ടുകറി അങ്ങനെ ഉണ്ടാക്കാറില്ല. എലിശ്ശേരിയാണ് പ്രധാനം. എരിശ്ശേരി. അപ്പൊ പിന്നെ എങ്ങനെയാ വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചത് പോയി തെക്കോട്ടാണ്, അങ്കമാലിക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛനാണ് FACT ക്യാൻറ്റീനിൽ മാനേജർ. അച്ഛൻ നല്ല ദഹനക്കാരനാണ്. പിന്നെ ഭർത്താവിൻ്റെ അനിയനും അത്യാവശ്യം നല്ലോണം ചെയ്യും. അങ്ങനെയാണ് ഞാൻ പുളിയിഞ്ചി, പിന്നെ മുളകാപ്പച്ചടി എനിക്കറിയാം. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഭാഗത്ത് മുളകാപ്പച്ചടിയാണ് പ്രധാനം. പുളിയിഞ്ചി പിന്നെ കൂട്ടുകറിയൊക്കെ ഞാൻ അവിടെ പോയതിൻ്റെ ശേഷമാണ് പഠിച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തും താമസിക്കുന്നവരാണല്ലോ. ഓരോരോ ജോലി സംബന്ധമായിട്ട് പഠിപ്പുകളായിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അവിടുത്തെ പിന്നെ വിഭവം കിട്ടും, ഇവിടുത്തെയും കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടും അപ്പോൾ ഞാൻ 2 വിധം പഠിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൂട്ടുകറിയൊക്കെ ചെയ്തു തുടങ്ങിയത്. നമ്മൾ ഇന്നലെയാണ് ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നലെ ഓരോ തിരക്കുണ്ട്. പിന്നെ ഉച്ച സമയമായി 12-12:30 അപ്പോഴേക്ക് നല്ല വെയിൽ വന്നു ഇവിടെ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇന്ന് രാവിലെ അപ്പൊ എന്നും വെയിൽ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അപ്പൊ അത് വിചാരിച്ച അതിനനുസരിച്ച് അടുക്കളത്തെ പണികളൊക്കെ കഴിച്ചിട്ട് ഇവിടെ തുടങ്ങാൻ വിചാരിച്ചത്. അപ്പൊ വെയിലായപ്പോ ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരക്ക് വേറെ ഓരോ തിരക്കുണ്ടായി. പിന്നെ വൈകുന്നേരം ചെയ്തില്ല. ഒന്ന് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ എല്ലാരും കണ്ടൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളിപ്പോ ഏത് വിഭവം എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളൊരു 7-8 ഐറ്റം പറ്റണ രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്കിത് എന്തായി നോക്കാം. തിളച്ചു. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിലവർ മഞ്ഞപ്പൊടി ഇടും തോന്നുന്നു. ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇടാറില്ല. എന്നാലും അതിൻ്റെ ആ കാപ്പി കളർ ഇങ്ങനെ കാണുമ്പോഴേ നല്ലതുണ്ടാവും. ഇടുന്നോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടുന്നവരുണ്ട്, ഇടാത്തവരും ഉണ്ട്. കുറച്ചിടും ചേർക്കണം. അപ്പൊ ഇനി കുറച്ച് കല്ലുപ്പിടണ്ടേ.
ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തത് 1 ക്യാരറ്റ്, 1.5 നേന്ത്രക്കായ, പകുതി അവിടെ വെച്ചു, 2 വാങ്ങിയത്. പിന്നെ അതുപോലെ ക്യാരറ്റും കായും ചേന ചെറിയ കഷ്ണം, പിന്നെ കടലപ്പരിപ്പ് 50 ഗ്രാമായിട്ട് കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കിയിട്ട് അരക്കിയല്ല അരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂട്ടുകറി ഓലനുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകറിക്ക് ശർക്കര ഉരുക്കി വെച്ച് കുറച്ച് വെള്ളപ്പയറും മത്തനും ഓലം വെക്കുമ്പോഴും കുറച്ച് ശർക്കര ഉരുക്കി വെച്ചത് വയ്ക്കുക. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. മധുരം കുറഞ്ഞ മത്തനൊക്കെ ഉണ്ടാവില്ല, എല്ലാ മത്തനും നല്ല മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പം മധുരക്കുറവിന് കുറച്ച് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ റെഡി ആവാറായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇനി അരച്ചത് മാത്രമേ ചേർക്കണ്ടൂ. ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ റെഡി ആയിട്ടോ, ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരച്ചത് കൂട്ടാട്ടോ. അതിൽ നാളികേരവും ചുവന്ന മുളകും ജീരകവും കൂടെ അരച്ച് വെച്ചതാണേ. കുറച്ച് കറിവേപ്പിലിടാം. അപ്പം ഞാൻ അരച്ചത് ചേർക്കാം കേട്ടോ. ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നാളികേരം വറക്കാണ്ട് ഇനി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കൂട്ടുകറി റെഡിയായി. അപ്പം ഇനി നാളികേരം വറക്കട്ടെ കേട്ടോ. കൂട്ടുകറിയിൽ ശർക്കര എടുത്തത് ഉരുക്കി ഒഴിച്ചത് 1.5 അച്ച ശർക്കരയാണ് കേട്ടോ ഉരുക്കി ഒഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 എടുത്തു, കുറച്ച് ബാക്കിയുണ്ട്, ഓലന് വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഇതാ കുറച്ചും കൂടെ ഉണ്ട് ബാക്കി. ഉരുക്കി വെച്ചത് ഉരുക്കി അരിച്ചതാട്ടോ. അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ, കുറച്ച് വേണം. എന്താണെന്ന് വെച്ചാലേ നാളികേരം നല്ല ചുവപ്പ് കളറിൽ വറക്കണേ, അപ്പം എണ്ണ കുറച്ച് വേണം. അപ്പം ഇനി നാളികേരം ഇടുകയായി. എണ്ണ ചൂടായി തുടങ്ങി. അങ്ങനെ എടുത്തിങ്ങനെ കാണിക്കാമേ. അപ്പോൾ നമ്മൾ നാളികേരൊക്കെ ആയിട്ടോ. ഈ രീതിയിൽ ഇത്രയും ചോക്കണം കേട്ടോ. അപ്പം ഇനി വറുത്തതൊക്കെ മാറ്റി വെക്കുകയാണേ. ഇനി ബാക്കി ഇതിൽ വരുന്ന ഈ എണ്ണയിൽ നമുക്ക് കടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ വറുത്തെടുക്കാം. പിന്നെ ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ ഒന്ന് തിരിക്കുക കേട്ടോ. അപ്പോൾ ഒരേപോലെ യോജിപ്പായിട്ട് വരും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോഴേ നാളികേരം ഇങ്ങനെ വറുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു യോജിപ്പ് വരും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. കുറച്ച് നേരമായി. ഇതാ കടുകും മുളകും കറിവേപ്പിലയും ഇതിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ വറുത്തെടുത്തു. നമ്മൾ ഒന്ന് തിരിച്ചാണ് മിക്സിയുടെ ജാറിൽ തിരിച്ചെടുത്ത നാളികേരം വറുത്തത്. അപ്പോൾ അതെല്ലാം കൂടെ നീ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം വറുത്തതും ഇതിലിട്ട് കൊടുക്കാം. നല്ലൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളെ കൂട്ടുകറി റെഡിയായി. ഇപ്പോൾ കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. കടലപ്പരിപ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളൊന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കണം, കുതിർക്കാൻ വെക്കണേ. ഇപ്പൊ ചൂടാറുമ്പോൾ അതൊന്നും കൂടി കട്ടയായി വരും. അതെ, കട്ടയായി ചൂടാറിയിട്ടില്ല.
നല്ല കളറ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളെ കൂട്ടുകറിയൊക്കെ റെഡി ആയിട്ടോ. ഇതൊരു 10 ആൾക്ക് കഴിക്കാം സദ്യക്ക്. സദ്യയാകുമ്പോ എല്ലാ വട്ടങ്ങളും ഉണ്ടാകുമ്പോ കുറേശ്ശെ സ്പൂൺ കൊണ്ട് വിളമ്പിയാൽ മതി. അതെ. ഒരു 10-12 ആൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ അതാ ഉണ്ടോ, എന്താ ഭംഗി. ഇപ്പൊ കട്ടയായി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ നല്ല വരണമെന്നുണ്ടെങ്കിൽ നാളികേരം അത്യാവശ്യം ചുവപ്പ് പോരാ, അതൊന്ന് കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറായിട്ട് വേണം. എന്നാൽ കരിയാൻ പാടുമില്ല. അങ്ങനെ വറുത്തെടുക്കണേ. അതാ കണ്ടോ, നല്ല കളറായി ഇപ്പോൾ. ഇതാ. അപ്പൊ ഓണത്തിന്റെ കൂട്ടുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതെ. അപ്പൊ എല്ലാ മക്കളും ഓണത്തിന് ഇങ്ങനെ പോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കണേ. അതെ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെയും പച്ചക്കറി ഓരോ സ്ഥലത്ത് ഓരോ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ വേണമെങ്കിൽ വേറെയും പച്ചക്കറികളൊക്കെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.